ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എച്ച് ഫോർ ഹെൽത്ത് ആൻഡ് ഹാപ്പി. നമ്മുടെ കേരളത്തിലെ വടക്കൻ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ആഘോഷമാണ് ഈ ദിവസങ്ങളിൽ തിറ, തെയ്യം എന്ന് പറയും. തെയ്യം ഒരുപാട് തെയ്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കണ്ണൂരും കാസർഗോഡൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു തെയ്യം നിത്തറ നടക്കുന്ന ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇവിടെ പല തെയ്യങ്ങളുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഗുളികൻ, 3-4 ഗുളികൻ ഇവിടെ കെട്ടിയാടിയിട്ടുണ്ട്. ചിലവർ ഇവിടെ നേർച്ചയുടെ പേരിൽ നേർച്ച കൊടുക്കും ഓരോ തെയ്യങ്ങളെ കെട്ടിയാടിക്കാൻ വേണ്ടി. അങ്ങനെ 4 തെയ്യങ്ങളുണ്ട്. പിന്നെ ശാസ്ത്രപ്പൻ ഒക്കെ ഉണ്ട്. 3 ഗുളികങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഗുളികൻ തെയ്യം എന്നാണ് പറയുന്നത്. ഇന്നിവിടെ കാര്യമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ കണ്ഠകർണൻ എന്ന് പറയുന്ന ഒരു തെയ്യത്തെയാണ്. അതൊരുപാട് സാഹസികമായ ഒരു തെയ്യമാണ്. കണ്ഠകർണനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കെട്ടി അരയിൽ ഇത് കെട്ടിയതിന് ശേഷം അരയ്ക്ക് ചുറ്റും പന്തങ്ങൾ കെട്ടി ആ പന്തങ്ങൾ കൊണ്ട് ഈ അമ്പലത്തിന് 3 ചുറ്റു വെച്ച് എന്നതിന് ശേഷം കുറച്ച് സമയം അമ്പലത്തിൻ്റെ മുന്നിൽ ആടി അതിനുശേഷം ഈ പന്തം ഈ കത്തുന്നതൊക്കെ കാണാൻ മുന്നോട്ട് അത് അഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം ഇവിടെ അമ്പലത്തിന് മുന്നിൽ വെച്ച് തെയ്യം ആടാറുണ്ട്, തുള്ളാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. പല തെയ്യങ്ങളുണ്ട് ഇവിടെ. ബസൂരിമാല, അതുപോലെ ഭഗവതി, പോതി, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ്. പല അമ്പലങ്ങളിലും പല രീതിയിലുള്ള തെയ്യങ്ങളാണ്. ഇത് നല്ലൂർ പള്ളിയറ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്തുള്ള ഒരു അമ്പലമാണ്. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് മുഴക്കുന്ന് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് വരും. ഇപ്പോൾ അതിനടുത്ത് ശാസ്ത്രപ്പൻ എന്ന് പറയുന്ന തെയ്യത്തെ ഞങ്ങൾ കാണാൻ പറ്റും. ഇവിടെ കണ്ഠകർണൻ്റെ പന്തം അതിന് തീ കൊളുത്തി കഴിഞ്ഞു. ഇത് ശരിക്കും രാവിലെ വെളിച്ചം വരുന്നതിന് മുന്നേ ഇറങ്ങണം ഈ തെയ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അവിടുത്തെ ചുറ്റിലുള്ള ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ചെയ്തതിന് ശേഷം അവിടെ ഇരുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇതിന് പന്തത്തിന് തീ കൊളുക്കുന്നത്. അപ്പോൾ അതിലുള്ള വെളിച്ചം മാത്രമേ ഉണ്ടാവും. അതിൻ്റെ ഈ തലയിൽ കെട്ടിയിരിക്കുന്ന കൊടി, ആ കൊടിക്ക് 2 സൈഡിലും തീ കൊളുത്തിയിരിക്കുകയാണ്. ഇനി പന്തത്തിന് തീ കൊളുത്തും. തീ കൊളുത്തി കഴിഞ്ഞു പന്തത്തിന്. ഇനി ഈ പന്തോ ഇത് മുടിയും വെച്ചുകൊണ്ട്, മുടി എന്നാണ് പറയുക, മുടി ദൈവത്തിൻ്റെ, അതും വെച്ച് ഇനി ഒരു 3 പ്രാവശ്യം അമ്പലം പ്രദക്ഷിണം വെക്കും. പല അമ്പലങ്ങളിലും പല തെയ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ഠകർണൻ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. വലിയ മുടിയാണ്. ഗുളികൻ്റെ മുടിയിടാക്കാളും വീതിയും വലിപ്പമൊക്കെയുള്ള മുടിയാണ് ഇവിടെ കണ്ഠകർണൻ കെട്ടുന്നത്. ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിന് ചുറ്റിനും എണ്ണ ഒഴിച്ചുകൊണ്ടേയിരിക്കും. ചുറ്റും അമ്പലത്തിന് ചെയ്യുമ്പോൾ അമ്പലത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ തീ കെട്ടുപോകാതിരിക്കാൻ അതിന് എണ്ണ ഒഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ 3 വട്ടം ഇത് പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേനും ഏകദേശം വെളിച്ചം വരാൻ തുടങ്ങും, പകലായി തുടങ്ങും.
കണ്ണ്, ദൈവത്തിൻ്റെ കണ്ണ് ചെറിയൊരു ഓട്ട മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് വെച്ചാണ് കാണുന്നത്. 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞു. അപ്പോഴത്തേനും കുറച്ച് വെളിച്ചം വന്നു കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് മൂന്നാമത്തെ അതിൽ കുറച്ച് സ്പീഡ് കൂടും. അപ്പോൾ ഇത് 3-ാം വട്ടം ചുറ്റി വരും. ഇപ്പം 2 പ്രാവശ്യം ചുറ്റിയിരുന്നു. കാഴ്ചക്കാട് അമ്പലത്തിന് ചുറ്റിലും ഒരുപാട് കാഴ്ചക്കാരുണ്ട്. രാത്രി മുഴുവൻ ഇവിടെ ഇതിൻ്റെയൊക്കെ വെള്ളാട്ടം എന്ന് പറയും. ഈ നല്ല ഇരുട്ടുള്ള സമയത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടാകാം. വീഡിയോസാണ്. 3-ാമത്തെ ചുറ്റ് കഴിഞ്ഞു. ഇനി ആ തീ മുഴുവൻ അണഞ്ഞു കഴിഞ്ഞാൽ അത് അഴിച്ചു വെച്ചിട്ട് പിന്നെ ശേഷം ആട്ടം ഉണ്ടാകും. അടുത്ത് നിൽക്കുന്ന ഗുളികൻ എന്ന് പറയുന്ന തെയ്യമാണ്. ചാമുണ്ടി, ഗുളികൻ, ശാസ്ത്രപ്പൻ, സൂര്യമാല, ഭഗവതി, അങ്ങനെ ഒരുപാട് തെയ്യങ്ങളുണ്ട്. പല അമ്പലങ്ങളും പല രീതിയിലാണ് കെട്ടിയാടുന്നത്, പല പേരിലാണ് അറിയപ്പെടുന്നത്. വടക്കൻ കേരളത്തിലുള്ള എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരുപാട് പേര് കാണുന്ന ഒരു ചാനലായതുകൊണ്ട്, അപ്പോൾ ഈ തെയ്യങ്ങൾ നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് ഒരു കാഴ്ചയാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ തെയ്യം ഇങ്ങനെ ചാടി ചാടി അതിൻ്റെ തീയൊക്കെ അണുത്ത് താഴോട്ട് വീഴുന്നത്. അതും വെച്ചുകൊണ്ട് പ്രദർശനം അതിൽ നൃത്തം ചെയ്യുകയാണ്. നൃത്തം ചെയ്യുമ്പോൾ അത് കുലുങ്ങി അതിൻ്റെ പന്തത്തിൻ്റെ ആ തീയുടെ അവശിഷ്ടങ്ങളൊക്കെ താഴെ വീഴും. അതിന് ശേഷമാണ് ആ കെട്ടിയ കോലുകളൊക്കെ അഴിച്ചു പോകും. എന്നതിന് ശേഷം ഒരു ആട്ടമുണ്ട്. ഗംഭീര ആട്ടമായിരിക്കും അത്. അഴിച്ചു മാറ്റിയതിന് ശേഷമുള്ള ആട്ടമാണ് നമ്മൾ കാണുന്നത്. ഇത്രയും വലിയ മുടിയും വെച്ചുകൊണ്ട് ഇത്ര സ്പീഡിൽ ആടുക പറയുന്നത് ആ ചണ്ടക്കനുസരിച്ച് നൃത്തം ചെയ്യുകയാണ്. ഇന്നത്തെ എല്ലാ തെയ്യങ്ങളിലും ഈ തെയ്യത്തിൻ്റെ തന്നെ മുഴുവൻ വീഡിയോ കാണിക്കാമെന്ന് വെച്ചാൽ ഒരുപാട് വലിയ വീഡിയോസായി. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടാക്കിയിട്ട് കാണിക്കുന്നത്.
ഉണ്ടായിരുന്നു. ഞാനവിടെ അവിടുന്ന് കൈ കാണിച്ചത് ഞാനാണ്. ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ തെയ്യം കഴിഞ്ഞാൽ ഈ കെട്ടിയാടുന്ന എല്ലാ തെയ്യവും ജനങ്ങളെ ആശീർവദിക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് തെയ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങും. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശാസ്തപ്പൻ തെയ്യമാണ്. 2 ശാസ്തപ്പനുണ്ട് ഇവിടെ. സാധാരണ നേർച്ചയുണ്ടെങ്കിലാണ് കൂടുതൽ ഉണ്ടാകുന്നത്. ഇന്ന് 4 ഗുളികനുണ്ട്. 4 ഒരു ഗുളികൻ ഇവിടെ കെട്ടിയാടുന്നതും 3 പേര് നേർച്ച കൊടുത്തത്. ആരെങ്കിലും നേർച്ച കൂട്ടി കൊടുത്തതായിരിക്കും. ഇത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും. നമ്മുടെ പരിപാടി കഴിഞ്ഞു ഏകദേശം. ഓക്കെ, ഇത് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്കിയാണിത്. ഇത് തന്നെയാണ് ഇവിടെ. ഇതിന് ബാക്കിയൊന്ന് കാണിച്ചതേ ഉള്ളൂ. പകൽ വെളിച്ചത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് ശാസ്തപ്പൻ ദൈവം. അതിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് ഗുളിക. ശാസ്തപ്പന് മുന്നിൽ കാണാം. അത് അടുത്ത് കണ്ടോളൂ. ഇതാണ് ശാസ്തപ്പൻ്റെ രൂപം. ഇനി ഇന്ന് ഉച്ചക്കും ഇതിന് ശേഷം 2-3 തെയ്യങ്ങൾ കെട്ടാനുണ്ട്. അപ്പം നമ്മൾ പലരും പല വഴിക്ക് പോകേണ്ടത് കൊണ്ട് നമ്മളും ഇന്ന് ഇവിടത്തേക്ക് നിർത്തി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.